നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വെള്ളം ഇനി വേണം ഏട്ടാ. പത്രത്തിൽ എന്താ വാർത്ത? വീട്ടിൽ കയറിയ കള്ളനെ തലക്കടിച്ചു കൊന്നു. വയനാട് പട്ടാപകൽ വീട്ടിൽ കയറി മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലെ പിടിവലിയിൽ ഗൃഹനാഥന്റെ അടിയേറ്റ് യുവാവ് കൊല്ലപ്പെട്ടു. ഇവനെയൊക്കെ കൊല്ലുകയല്ല വേണ്ടത്. നീ കേട്ടല്ലോ, ഇവിടെ കഥയെല്ലാം തുറന്നിട്ടുണ്ട്. ശ്രദ്ധയില്ലാതെ നടക്കരുത്. കള്ളന്മാരൊക്കെ കയറി വരും. നല്ല പോലെ കിട്ടിയിട്ടുണ്ടല്ലോ. കിട്ടിയോന്നോ? വളരെ കുറച്ചു നേരം മാത്രമേ ഞാൻ തറയിൽ നിന്നുള്ളൂ. ബാക്കി സമയം മുഴുവൻ ഞാൻ തറയിൽ കിടക്കുമായിരുന്നു. നിന്നോട് ആരാ ഇപ്പൊ അങ്ങോട്ട് എഴുന്നോളാൻ പറഞ്ഞേ? മാഡം അല്ലേ പറഞ്ഞേ എപ്പോഴും അവളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവണമെന്ന്? എന്നും പറഞ്ഞ് കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങോട്ട് ഓടിച്ചെല്ലണായിരുന്നോ? ഇതോടെ എല്ലാം കൊളായ ലക്ഷണോ. നീ അവിടെ പോയത് ശരി, നീ എന്തിനാ അവളുടെ മുറിയിലേക്ക് ചാടിക്കയറിയത്? അത് അവളോട് ഒറ്റയ്ക്കുള്ളെന്ന് കരുതിയല്ലേ പോയത്. എന്നിട്ട് ആദ്യത്തെ ചവിട്ടിയപ്പോഴല്ലേ ഒറ്റയ്ക്കല്ലെന്ന് മനസ്സിലായത്. എടാ മണ്ട, നീ അവളോട് സംസാരിക്കാൻ ചെല്ലുമ്പോ അവിടെ എല്ലാരും ഉള്ള സമയത്തല്ലേ പോണ്ടത്. സംഭവം അതൊന്നും അല്ല. അവിടെ ആരും ഇല്ലാന്ന് കരുതി നീ എന്തോ പറയോ പ്രവർത്തിക്കുകയോ ചെയ്തു. അതവിടെ ഉണ്ടായിരുന്ന അനൂപ് അറിയുകയും ചെയ്തു. അതല്ലേ സത്യം? അതിനെന്നെ തല്ലിയത് അവളുടെ ഏട്ടൻ അനൂപ് അല്ലല്ലോ, വേറൊരുത്തനാ. അവൻ എന്തൊക്കെയോ പറയുകയും ചെയ്തു. പകുതി ബോധത്തിലും അപ്രതീക്ഷിത അടിയിലും ഞാനൊന്നും കേട്ടില്ല. എന്തോ നട്ടിലിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവനാണോ നിന്നെ തല്ലിയെ നോക്കി? ഇവനാ മേഡം എന്നെ തല്ലിയത്. ഇവനെ മേഡത്തിന് എങ്ങനെ അറിയാം? ഞങ്ങള് തമ്മി ചെറിയൊരു ബന്ധമുണ്ട്. ഇവനെ എന്റെ ഭർത്താവിന്റെ അനിയനാ. പേര് പറഞ്ഞ നീയും അറിയും, സന്ദീപ്. ആതിരെ സ്നേഹിക്കുന്ന, അനഘയെ അവഗണിക്കുന്ന അതേ സന്ദീപ്. അപ്പൊ അത് ശരി, ആതിര സന്ദീപ് പ്രണയം വൃന്ദാവനം വീടിന്റെ അന്തഃപുരം വരെ എത്തിയല്ലേ? എന്റെ പുറം നൊന്തതിന് ഞാൻ പകരം വീട്ടും മേഡം. അതിന് മേഡത്തിന് എന്നോട് ദേഷ്യം തോന്നരുത്. ദേഹം നോവിച്ചത് സന്ദീപും ദേഹം നൊന്തത് നിന്റെ ആയതുകൊണ്ട് എനിക്കതിൽ അഭിപ്രായമൊന്നുമില്ല. പക്ഷെ നീ പകരം വീട്ടേണ്ടത് സന്ദീപിനോടല്ല, അവനെ കിടപ്പറ വരെ എത്തിച്ച ആതിരയോടാ. നിന്റെ ശരീരം വേദനിച്ചെങ്കിൽ അവളുടെ മനസ്സ് വേദനിക്കണം. ആ വേദനയിൽ ചുട്ടുപൊള്ളി നിൽക്കുമ്പോ നീ അവളുടെ കഴുത്തിൽ താലി കെട്ടുകയും വേണം. ആ താലി മുറുകുന്നത് അവളുടെ നരക ജീവിതത്തിലേക്കാവണം. ഇപ്പൊ നിന്നോട് ചെയ്തതിനൊക്കെ നീ പകരം ചോദിക്കണം. അവസാന ഒറ്റ ചവിട്ടിന്റെ കയ്യബദ്ധത്തില് അവള് പെടഞ്ഞു മരിക്കണം. അതാണ് എന്റെ അനിയത്തിയുടെ കണ്ണീരിന് പകരമായി ഈ അവന്തിക ചേച്ചി അർച്ചന ചേച്ചിക്ക് കൊടുക്കുന്ന പാരിതോഷികം. ആ പാരിതോഷികം കൈപ്പറ്റാൻ അർച്ചനയ്ക്ക് ചിലപ്പോ ജീവൻ ഉണ്ടായില്ലെന്ന് വരും. ദയാനന്ദ മാഷിനും കമലയ്ക്കും അനൂപ് എന്ന ഒരു മോൻ മതി. എന്നോടും എന്റെ അനഘയോടും മത്സരിച്ചതിന് രണ്ടു പെൺമക്കളുടെയും ജീവൻ ഇങ്ങെടുക്കും ഈ അവന്തിക. ഏടത്തിയോട് എനിക്കൊരു ദേഷ്യം പിണക്കില്ലച്ചാ. ഇന്നലെ എന്നെ കൂടുതൽ ഒറ്റപ്പെടുത്തിയപ്പോ ഞാനല്പം നിലവിട്ട് പെരുമാറിപ്പോയെന്നേ ഉള്ളൂ. ഏട്ടത്തിക്കത് വിഷമമായെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാൻ തയ്യാറാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാ അവിടെ പ്രശ്നം? എന്താ വന്തിയെ, സച്ചി മാപ്പ് പറയണമെന്നുണ്ടോ?
വേണ്ടച്ച, അതിന്റെ ആവശ്യമൊന്നുമില്ല. അച്ഛൻ ഇന്നലെ എന്നെ കുറ്റപ്പെടുത്തുകയും വഴക്കുറയും ചെയ്തപ്പോ നിരപരാധിയായി എനിക്കത് സഹിച്ചില്ല. ആ, അതാ സച്ചിയെ ഞാനും ചിലത് പറഞ്ഞത്. ഇനി ആ വിഷയത്തിലൊരു സംസാരം വേണ്ട. ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാനിരിക്കുമായിരുന്നു. ഈ വർഷത്തെ ബിസിനസ് കോൺഫറൻസിന്റെ ഇൻവിറ്റേഷൻ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ആ വന്നച്ചാ, ഡൽഹി വെച്ചാ മെയിൽ വന്നിരുന്നു. പിന്നെ അവർ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പൊ എല്ലാ വർഷത്തെയും പോലെ നീയും അവന്തികയും തന്നെ പോയാ മതി. സച്ചി ഇപ്പോഴേ അതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ. ഞാൻ അവസാനം ഒന്ന് ഫൈനലൈസ് ചെയ്താൽ മതിയല്ലോ. അച്ഛനോടും ഏട്ടത്തിയോടും എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ കോൺഫറൻസിന് ഏട്ടത്തി വരണ്ട. ഞാൻ ഈ കാര്യം പറയാനിരിക്കായിരുന്നു. ഞാൻ നിന്നോടൊപ്പം വരുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ഈ വർഷം സച്ചിയും വൈസ് പ്രസിഡന്റും പോയാൽ മതി. എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. എങ്കിലെങ്ങനെ ആവട്ടെ. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടച്ചാ. ഇതെനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാവുന്നൊരു മീറ്റിംഗാ. അതുകൊണ്ട് ഓഫീസിൽ നിന്ന് ആരും എന്നോടൊപ്പം വരണമെന്നില്ല. പിന്നെ നീ ഒറ്റയ്ക്കാണോ പോകാൻ പോകുന്നത്? അല്ല, ഞാനും അർച്ചനയും കൂടിയേ പോകുന്നേ. ഈ കോൺഫറൻസിൽ എന്നെ അസിസ്റ്റ് ചെയ്യാൻ അർച്ചന മതി. ഇത് എന്റെ ഡിപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് അല്ലേ. അപ്പോ എന്നോടൊപ്പം ആര് വരണമെന്നുള്ളതും എന്റെ തീരുമാനമല്ലേ. സച്ചി, ഞാൻ പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത്. നമ്മുടെ തന്നെ പല ബ്രാഞ്ചുകളിലെയും മറ്റു പല കമ്പനികളുടെയും മാനേജിംഗ് ഡയറക്ടേഴ്സും ബിസിനസ് മാഗ്നറ്റ്സും ഒക്കെ വരുന്നൊരു കോൺഫറൻസ് ആയത്. ഞാൻ അർച്ചനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുകയാണെന്ന് തോന്നരുത്. അങ്ങനെ ഒരു കോൺഫറൻസിൽ ഒരു പരിചയമില്ലാത്ത അർച്ചനെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അർച്ചനയ്ക്കൊരു ലാപ്ടോപ്പ് ഓണാക്കാൻ പോലും അറിയില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാൻ നീയായിട്ടൊരവസരം ഉണ്ടാക്കരുത്. അത് നിന്നെ മാത്രമല്ല, നമ്മുടെ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ കൂടെ ബാധിക്കും. ഞാൻ പറഞ്ഞല്ലോ എടുത്തി, ഈ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ മാത്രം മതി. അർച്ചന എന്നോടൊപ്പം വെറുതെ വരുന്നതാ. അർച്ചനയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കട്ടെ. നാളെ ഒരു സമയത്ത് അർച്ചന നോക്കിക്കൊള്ളൂല്ലോ എല്ലാം. എന്താച്ചാ ഞാൻ പറഞ്ഞ ശരിയല്ലേ? 100%. അർച്ചനയും കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ. എന്നിട്ട് എപ്പോഴെങ്കിലും താല്പര്യം തോന്നിയാൽ അവളും ബിസിനസ് ചെയ്യട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.